കൗതുകമുള്ള കാഴ്ചയാണ് മംദാനി ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടത്തുന്ന പ്രചാരണ പരിപാടികൾ ഒക്കെ. ആ മാത്രമല്ല, തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തി ആ നിലയ്ക്കുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്ക് പോകുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം അമേരിക്കൻ യാഥാർത്ഥ്യവുമായി മംദാനിയുടെ വാഗ്ദാനങ്ങൾ യോജിച്ചു പോകും എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് സ്വാഭാവികമായും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. മംദാനിയുടെ സമീപനത്തിൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഒക്കെ മറ്റൊരു തരത്തിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ആത്യന്തികമായി ഇന്ത്യൻ വംശജനായ മീര നായർ എന്ന പ്രമുഖ സംവിധായികയുടെ മകനായ ആളാണ് മംദാനി എന്ന കൗതുകം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം ഈ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് എന്നത് പിരിവ് എന്നുകൂടി വേണമെങ്കിലും പറയാം. നമ്മൾ ആദ്യം ഈ ഫണ്ട് ശേഖരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി തെരഞ്ഞെടുപ്പിൽ വരിക. പക്ഷേ ഞാൻ ഇതിലേക്ക് ഈ RDX കയറുന്നതിന് മുമ്പ് ഇങ്ങനെ മംദാനിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലൊക്കെ പോയി നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് എനിക്ക് പണം ഇനി ആവശ്യമില്ല, ആവശ്യത്തിന് പണമായി എന്നുള്ള മട്ടിലാണ്. അത് സാധാരണ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ പറയാറില്ല. പക്ഷേ എനിക്കിപ്പോൾ പണം ആവശ്യത്തിനായി എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയ്ക്ക് പരിചയമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് പോകുന്നു. ട്രംപ് വിജയിച്ചപ്പോൾ ട്രംപിൻ്റെ വിജയത്തിൻ്റെ കാരണം അന്വേഷിച്ച് ഒരു സർവേ നടത്തുകയാണ് ആദ്യം മംദാനി ചെയ്തത്. ആളുകളുടെ ഇടയിലേക്ക് പോയി അവരോട് സംസാരിച്ചു. അതൊക്കെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ കാരണങ്ങളിൽ സ്വാഭാവികമായും ട്രംപിന് രണ്ടാമത് ട്രംപ് വരും എന്ന് അമേരിക്കക്കാർക്കറിയാമായിരിക്കാം. പക്ഷേ പുറമേ നിന്ന് നിരീക്ഷിക്കുന്നവർ അങ്ങനെയൊന്നും അല്ലല്ലോ കരുതിയിട്ടുണ്ടാവുക വലിയൊരു വിഭാഗം ആളുകൾ. പക്ഷേ അവിടെ കൃത്യമായ കാരണങ്ങളിലേക്ക് മംദാനി എത്തി. ഈ ആളുകളിൽ നിന്ന് തന്നെ ആളുകൾ പറയുന്നത് ഈ യുദ്ധങ്ങൾക്കെതിരെ യുദ്ധവിരുദ്ധ നിലപാട്, ട്രംപിൻ്റെ യുദ്ധവിരുദ്ധ നിലപാട് വലിയ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ എന്നുള്ളത് മംദാനി മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ട്രംപ് വിമർശിക്കുന്നുണ്ട് മംദാനിയെ എങ്കിലും, മംദാനി ട്രംപിനെ വിമർശിക്കുന്നുണ്ട് എങ്കിലും മംദാനി എടുത്തിരിക്കുന്ന ഒരു തന്ത്രം എന്നത് അതേ യുദ്ധവിരുദ്ധത തന്നെയാണ് എന്നുള്ള കൗതുകം കൂടിയുണ്ട്.